നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മെയ് മാസം 19-ാം തീയതി മുതൽ മെയ് മാസം 25 വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ശുക്രൻ മാത്രമാണ് മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലോട്ട് മാറിയിരിക്കുന്നത്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ, അതിന് മുമ്പ് തന്നെ അത് ഇടവം രാശിയിൽ എത്തിക്കഴിഞ്ഞു. സ്വന്തം രാശിയാണ് ശുക്രൻ ഇടവം. ഈ ആഴ്ച മുഴുവൻ ശുക്രൻ അവിടെയാണ് നിൽക്കുക. വ്യാഴത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് ആചാര്യന്മാർ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 2-ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ധനപരമായ കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കും. അത് ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ പുതിയ ജോലി കിട്ടും. അതല്ല, നിലവിൽ ജോലി ഉള്ളവർക്ക് അവർക്ക് സാമ്പത്തികമായ മേന്മയുണ്ടാവും. ഏതെങ്കിലും തരത്തിലൊക്കെ പണം സമ്പാദിക്കുന്നവർക്ക് പണം സമ്പാദിക്കുവാൻ സാധിക്കും. പണം ശേഖരിച്ചു വയ്ക്കാൻ സാധിക്കും. അതായത് ബാങ്കിലൊക്കെ നിക്ഷേപിക്കാൻ സാധിക്കും. കൂടുതൽ ലാഭകരമായ പ്രവർത്തനങ്ങളിൽ അത് വിനിയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾക്കാണെങ്കിൽ അവരുടെ പരീക്ഷകളിൽ നല്ല വിജയം നേടാൻ സാധിക്കും. ഒന്നുകിൽ അവർ പുതുതായി ആലോചിക്കുന്ന പുതിയ പഠന രീതിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവും. സന്തോഷകരമായ വർത്തമാനങ്ങൾ കേൾക്കും. പൊതുവെ ഈ ആഴ്ച മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ വളരെ സന്തോഷകരമായ കാര്യങ്ങൾ കാണുന്നുള്ള കുടുംബാംഗങ്ങളോടൊത്ത് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നതായും ഉല്ലാസകരമായ യാത്രകൾക്ക് പോകുന്നതായും കാണുന്നുണ്ട്. തീർത്ഥാടന യാത്രകൾ നടത്തുന്നു, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന ഇടങ്ങളിലേക്ക് പോകുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. തങ്ങൾ അപേക്ഷിച്ചിരുന്ന ഈ ലാഭം ഉണ്ടാകുക, സാമ്പത്തിക നേട്ടം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വലിയ എമൗണ്ടിന് ധനകാര്യ സ്ഥാപനങ്ങളിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുകൂലമായ തീരുമാനമുണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുള്ള പിരിമുറുക്കമാർന്ന നിമിഷങ്ങൾക്ക് മാറ്റമുണ്ടാകും. ആ കാലം കുറച്ചുകൂടി അനുയോജ്യമാവും മേടക്കൂറിന് ധനകാര്യ സംബന്ധമായ കാര്യങ്ങളിൽ. അതുപോലെ തന്നെ യാത്ര ഗുണകരമായി വരും. പ്രത്യേകിച്ച് ആഴ്ചയുടെ തിങ്കൾ, ചൊവ്വ, ബുധന് ശേഷം ബുധനാഴ്ച തൊട്ട് യാത്രകൾ വളരെ വിജയകരമാവും. ഇവർക്ക് പ്രണയാർത്ഥികൾക്കും അതായത് പ്രണയിനികൾക്കുമൊക്കെ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നതാണ്. അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും. വിവാഹം കാത്തു നിൽക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങളോ സന്തോഷകരമായ വർത്തമാനങ്ങളോ ഉണ്ടാകും. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അനുകൂലമായ തീരുമാനമുണ്ടാകും. പ്രത്യേകിച്ചും കൂട്ടു ബിസിനസ്സിൻ്റെ കാര്യത്തിലുമൊക്കെ ഗുണകരമാണ് ഈ ആഴ്ച. ദോഷകരം എന്ന് ഇവർക്ക് പറയാൻ ഉണ്ടാകാവുന്ന കുറച്ച് കാര്യങ്ങൾ, അത് ശാരീരികമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും കാൽമുട്ട്, അതുപോലെ തന്നെ തുടയെല്ല്, ഈ ഭാഗങ്ങളിലൊക്കെ ദോഷങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ ഈ ജെനിറ്റൽ ഓർഗൻസിൻ്റെ ഭാഗങ്ങളിൽ അധികം സൂര്യപ്രകാശം അടിക്കാത്ത ഭാഗങ്ങളിലൊക്കെ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള ഇച്ചിങ്ങോ അല്ലെങ്കിൽ സ്കിൻ ഡിസീസോ അലർജി അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധങ്ങളിൽ ചെറിയ ചില വിള്ളലോ പ്രശ്നങ്ങളോ, കുടുംബ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ അല്ലെങ്കിൽ പ്രണയിനികൾ തമ്മിലോ, പ്രണേതാവും പ്രണയിനിയും തമ്മിലൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഒക്കെ കാണുന്നു. താൽക്കാലികമായ കലഹമോ പ്രശ്നങ്ങളോ ആകാം. പക്ഷേ അതിന് തന്നെ മാറ്റമുണ്ടാകും. ആദ്യത്തെ 2-3 ദിവസം കഴിയുമ്പോൾ ആഴ്ചയുടെ 2-ാമത്തെ പകുതി കൂടുതൽ ഗുണകരമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കും കുടുംബ സംബന്ധമായ കാര്യങ്ങൾക്കും അതുപോലെ പ്രണയിക്കുന്നവർക്കുമൊക്കെ ഗുണകരമായിട്ട് കാണുന്നു. അതുകൊണ്ട് പൊതുവെ ഈ ഒരാഴ്ച സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും മേടക്കൂറിന് കാണുന്നുണ്ട്. ശാരീരികമായ അവശത, സ്പീഡ് കുറയ്ക്കുക എന്ന് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള അമിതമായ ആവേശം കൊണ്ടുണ്ടാകുന്ന വർത്തമാനങ്ങളും അത്തരം സമ്മേളനങ്ങളുമൊക്കെ മാറ്റിവെക്കുക. അനവസരത്തിൽ കൂട്ടുകാരുമൊത്തുമുള്ള സാഹസിക യാത്രകളും ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപവാദങ്ങൾ ഉണ്ടാകാം. സ്കിൻ ഡിസീസ് അല്ലെങ്കിൽ അലർജി അസുഖങ്ങളിൽ നിന്ന് പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 19, 20, 21, 22 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അരയാണ്. ഇവർക്ക് ആദ്യത്തെ 1-2 ദിവസങ്ങൾ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും, പ്രത്യേകിച്ച് സന്താനവുമായി ബന്ധപ്പെട്ട് ചില അവശതകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമെങ്കിലും ആഴ്ചയുടെ പകുതി ആകുമ്പോഴേക്കും ഇവർക്ക് സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിന്ന് സാമ്പത്തികമായ വരവുണ്ടാകും. അതുപോലെ കടബാധ്യത കുറേയൊക്കെ പരിഹരിക്കാൻ സാധിക്കും. ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പണം വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. പ്രത്യേകിച്ച് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ സാമ്പത്തികമായ വരുമാനം ഉണ്ടാകുന്നു. അതൊരു വലിയ ആശ്വാസമായി മാറുന്നു ഇടവക്കൂറിന്. അതുപോലെ ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നു. തങ്ങളുടെ ശത്രുക്കൾ പോലും തങ്ങളോട് സഹകരിക്കുകയും തങ്ങളുടെ ബിസിനസ് സംബന്ധമായ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് കർമ്മമേഖല കുറച്ചുകൂടി പുഷ്ടികരമാകുന്നു. അവർക്ക് അതിൽ നിന്ന് ആത്മവിശ്വാസത്തോടു കൂടി
പ്രവർത്തിക്കാൻ സാധിക്കുന്നു. തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യശേഷി തിരിച്ചു വരുന്നതായിട്ട് മനസ്സിലാക്കുന്നു ഈ ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി. അതുപോലെ പിന്നെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ വായ്പയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളിൽ മുടക്കുണ്ടായിരുന്നെങ്കിൽ അതിനും മാറ്റമുണ്ടാകുന്നു. യാത്ര അനുകൂലമായി വരുന്നു. എന്നാൽ ചിലർക്കെങ്കിലും തൊണ്ട സംബന്ധമായോ ഹൃദയ സംബന്ധമായോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായോ ചില ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നീർക്കെട്ടിൻ്റെ അസുഖം ഇടയ്ക്കിടയ്ക്ക് വരുന്നവർ, ജലദോഷ സംബന്ധമായോ സൈനസൈറ്റിസ് സംബന്ധമായോ പ്രശ്നങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കുക. ഒരിക്കലെങ്കിലും ന്യൂമോണിയ വന്നവരും ശ്രദ്ധിക്കുക. ഇവർക്ക് ഈ പ്രത്യേകിച്ചും ക്ലൈമറ്റിൻ്റെ മാറ്റം, ഇപ്പോൾ പെട്ടെന്ന് മഴ വന്നുകൊണ്ടിരിക്കുന്നു, അടുത്തത് ഇടവപ്പാതിയിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഈ കൂറുകാർ. പ്രത്യേകിച്ച് ഇവർക്ക് ശാരീരികമായ അവശത, പ്രത്യേകിച്ചും ലങ്സിൻ്റെ ഭാഗങ്ങളിൽ കഫപ്രകൃതിയുള്ളവർ, ഇവർക്കെല്ലാം ആരോഗ്യപരമായി പ്രതികൂലമായ ചില അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർമ്മമേഖലയിലും ഇപ്പോഴും ഇവർക്ക് തടസ്സവും വെല്ലുവിളികളും ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ ഇവർക്കിപ്പോൾ തങ്ങളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അത് ബുദ്ധിപരമായും അതുപോലെ തന്നെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ജോലികളാണെങ്കിൽ ആ തരത്തിൽ സ്കില്ലുള്ളവർക്ക് വളരെ ഗുണമുള്ള ആഴ്ചയായിട്ട് കാണുന്നു. അതുകൊണ്ട് പൊതുവേ ഗുണകരം തന്നെയാണ്. ദോഷം ഒന്നും അധികം സംഭവിക്കാൻ സാധ്യതയില്ല. ആഴ്ചയിലെ ആദ്യത്തെ 2 ദിവസം അല്പം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലോ പഠന സംബന്ധമായ കാര്യങ്ങളിലോ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിന് ചെറിയ മടുപ്പുണ്ടാകാം ആദ്യത്തെ 1-2 ദിവസം. പക്ഷേ അതിനുശേഷം അതിൻ്റെ നേരെ വിപരീതമായി ഊർജ്ജസ്വലമായി കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുവാനും സാമ്പത്തികവും പ്രവർത്തനപരവുമായി വിജയം കണ്ടെത്തുവാനും സാധിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 20 രാത്രി മുതൽ 21, 22, 23, 24 ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും കർമ്മരംഗത്ത് ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും, കർമ്മരംഗത്ത് ഇവരെക്കുറിച്ച് ചെറിയ വിമർശനങ്ങളും അപവാദകഥകളും ഒക്കെ ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് ഇവർക്ക് ദോഷം ഒന്നും തന്നെ കാണുന്നില്ല. നല്ല വരവ് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിവ് ഉപയോഗിച്ച് ജീവിക്കുന്നവർ, കലാപരമായ മേഖലയിൽ വിഹരിക്കുന്നവർ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖല, കമ്മ്യൂണിക്കേഷൻ രംഗം, പഠന സംബന്ധമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസ രംഗം, അധ്യാപനം, ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. യുവതി യുവാക്കൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടത്തിന് നിദാനമായ മേഖലകളിൽ ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് കാണുന്നു. തങ്ങളുടെ പുതിയ ആശയങ്ങൾക്ക് വിലപിടിപ്പുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കർമ്മമേഖലയിൽ ആത്മവിശ്വാസത്തോടു കൂടി മനസ്സും അടുക്കാതെ ജോലി ചെയ്യാൻ സാധിക്കുന്നു. അത് കൂടുതൽ ഗുണമാണ് ഇവർക്ക് നൽകുക. വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. പഠന സംബന്ധമായിട്ടായാലും ശരി, അല്ലെങ്കിൽ ജോലി നേടിയിട്ടായാലും ശരി, അത്തരം കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നു. ഈ നക്ഷത്രക്കാരാരെങ്കിലും വിദേശത്ത് തങ്ങളുടെ സ്ഥിരതാമസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനുകൂലമായ തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അവർക്കിപ്പോൾ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. പൊതുവെ ഗുണകരമാണ് ഈ ആഴ്ച. എങ്കിലും ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെക്കുറിച്ചുള്ള അപവാദങ്ങളാണ്. തങ്ങളെക്കുറിച്ച് മോശപ്പെട്ട ചില ആരോപണങ്ങൾ ഉണ്ടാകാം. അതിൽ പലരും വിശ്വസിച്ച് മോശപ്പെട്ട രീതിയിൽ തങ്ങളെ കണ്ടെന്നുമിരിക്കാം ഈ നക്ഷത്രക്കാരെ. അതിനെ അതിജീവിക്കാൻ ഒന്നുകിൽ അപാരമായ മനോധൈര്യം വേണം, അല്ലെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യാതെ തങ്ങളുടെ കർമ്മമേഖലയിൽ തന്നെ വ്യാപരിക്കുക. റിസൾട്ട് അവസാനം നിങ്ങൾക്ക് അനുകൂലമായി വരുമ്പോൾ കാര്യങ്ങളെല്ലാം മാറുന്നതായിരിക്കും. ആ ഒരു ക്ഷമ മനസ്സിനുണ്ടായാലേ സാധിക്കൂ. പിന്നെ ചെലവ് വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി ചേർന്നുള്ള ചില കാര്യങ്ങളിൽ അവസാന നിമിഷം ചിലപ്പോൾ തള്ളപ്പെടുകയോ പരിഹസിക്കപ്പെടുകയോ ചെയ്തേക്കാം ഈ നക്ഷത്രക്കാർ. അതുകൊണ്ട് അങ്ങേയറ്റം കരുതലോടുകൂടി തങ്ങൾക്ക് വരാൻ പോകുന്ന ഇത്തരം അപഹാസ്യതയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലിനെയോ നേരിടാനുള്ള മനക്കരുത്തോടു കൂടി ഓരോ കാര്യങ്ങളിൽ ഇടപെടുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. പൊതുവേ സമ്പാദ്യം ഉണ്ടാകുമെങ്കിലും അതിന് ചിലവും കാണുന്നുണ്ട്. യാത്ര കാണുന്നു, പ്രത്യേകിച്ചും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ. ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ പണം മുടക്കുകയും ചെയ്യുന്നു. പക്ഷേ ഭാവിയിൽ തങ്ങൾക്കത് ഗുണകരമായി വരികയും ചെയ്യും. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, 25 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമശനിയുടെ തടസ്സം ഇപ്പോഴുമുണ്ട്. കാരണം ഈ അഷ്ടമശനിയുടെ തടസ്സത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ചിലർ പറയും, ഈ ചിങ്ങക്കൂറിനെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ ഒരുപാടുണ്ട്. ഇന്ന് വന്ന വിളികളിൽ പോലും ചിങ്ങക്കൂറുകാരായ പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ കരഞ്ഞ് അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ദുരന്തങ്ങൾ പറയുന്നത് കേട്ടാൽ
ആളുകൾക്ക് മനസ്സിലാവും. കാരണം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 8ലോ 7ലോ പാപഗ്രഹങ്ങൾ, പ്രത്യേകിച്ചും ശനിയോ അല്ലെങ്കിൽ രാഹുവോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും വരും. എന്തെല്ലാം നമ്മൾ അതിജീവിക്കാൻ ശ്രമിച്ചാലും ഒരു കുറവ് എവിടെയെങ്കിലും ഉണ്ടാകും. അത് അനുഭവസ്ഥർക്ക് മാത്രമേ പറയാൻ സാധിക്കൂ. ഇവിടെ ഇപ്പോൾ 8ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് 11ലെ വ്യാഴത്തിൻ്റെ ഗുണം കൊണ്ട് മാറും. അതുകൊണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ഗുണമാണ് കാണുന്നത്. പ്രത്യേകിച്ചും ശുക്രൻ കൂടി 11ൽ വന്നതുകൊണ്ട് അവർക്ക് തങ്ങളുടെ വ്യാപാര മേഖലയും അതുപോലെ ഇഷ്ടപ്പെട്ട മേഖലയിലും നന്നായി ശോഭിക്കാൻ സാധിക്കും. കച്ചവട സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ അനുകൂലമായ തീരുമാനങ്ങളും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. നല്ല വരവ് പ്രതീക്ഷിക്കാം. വീട് വിറ്റ് കാശ് വരാം, പ്രോപ്പർട്ടി വിറ്റ് കാശ് വരാം. അതുപോലെ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ കച്ചവടത്തിന് വേണ്ടി വച്ചിരിക്കുന്ന മേഖലയിൽ തന്നെ കൂടുതൽ ലാഭകരമായ അവസ്ഥയിൽ വിറ്റുപോകാനുള്ള സാധ്യതയുണ്ട്. പുതിയ വാഹനം വരാം. വീട് സംബന്ധമായ കാര്യങ്ങളിൽ, നിർമ്മാണ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ അനുകൂലമാവാം. വീട്ടുപകരണങ്ങൾ വാങ്ങാം. വിലപിടിപ്പുള്ള വീട്ടുപകരണങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ സ്വന്തമായി വരും. വസ്ത്രം, വെളുത്ത വസ്ത്രങ്ങൾ, അതുപോലെ വെളുത്ത വസ്തുക്കൾ ലാഭകരമായ രീതിയിൽ ഇവർക്ക് കിട്ടുകയോ സമാനമായി ലഭിക്കുകയോ ചെയ്യാം. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. സൗഹൃദങ്ങൾ മനസ്സിന് വളരെ സന്തോഷം നൽകുന്നു. പുതിയ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും തീരുമാനമുണ്ടാകും. പൊതുവെ ഗുണകരമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ടത് 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയുടെയും അതുപോലെ തന്നെ രാഹുവിൻ്റെയും സാന്നിധ്യമാണ്. അത് പലപ്പോഴും ഇവർക്ക് ഭാഗ്യത്തിന് തടസ്സമുണ്ടാക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തടസ്സമായി വരികയോ ചെയ്യാം. പിതാവിന് രോഗസംബന്ധമായ അവശതകൾ ഉണ്ടാകാം. അതുമായി ബന്ധപ്പെട്ടാവാം ചിലപ്പോൾ തടസ്സം വരിക. അതല്ലെങ്കിൽ തങ്ങളുടെ കാരണവസ്ഥാനത്തുള്ളതോ ഗുരു കാരണവസ്ഥാനത്തുള്ളവരുമായ വ്യക്തികളുമായി ബന്ധപ്പെട്ട് കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാം. ചില സുപ്രധാന കാര്യങ്ങൾക്ക് അവരുടെ എതിരഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരുന്നതിൻ്റെ മാനസിക വിഷമങ്ങൾ ചിലപ്പോൾ സഹിക്കേണ്ടി വന്നേക്കാം. വിദേശ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് മക്കളുടെ ആയാലും ഈ നക്ഷത്രക്കാരുടെ ആയാലും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷെ വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ ശുക്രൻ്റെയും ഒക്കെ നിലപാടുകൾ അതിന് സഹായിക്കും. അതുപോലെ 10ലെ ബുധനും അവരുടെ കർമ്മ മേഖലയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നു. അതുപോലെ 10ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മ മേഖലയിൽ കൂടുതൽ ശോഭനീയമായ അവസ്ഥയുണ്ടാകുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാം. പഠന സംബന്ധമായ കാര്യങ്ങളിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാം. ജോലി ഉള്ളവർക്ക് അതിൽ കയറ്റമുണ്ടാവുകയോ ഏതെങ്കിലും തരത്തിലുള്ള മാനസികാഹ്ലാദം ലഭിക്കുന്ന അവസരങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം. കഴിവ് ഉപയോഗിച്ച് ജീവിക്കുന്നവർക്കും കൂടുതൽ പ്രൊഫഷണൽ സക്സസ് ഉണ്ടാകുന്ന ഒരു അവസരം കാണുന്നു. തങ്ങളുടെ കർമ്മ മേഖലയിൽ അവർക്ക് വിജയങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തികമായ മാറ്റമാണ് ഇതിൻ്റെയൊക്കെ പരിവർത്തന ഫലമായി ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് സഹോദരങ്ങളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ സഹായം ലഭിക്കുന്നുണ്ട്. അവരുടെ സഹകരണത്തോടു കൂടി ചില മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സാധിക്കുമെന്ന് കാണുന്നു. മാതാവിന് ചെറിയ അവശതയുണ്ടാകാം. വാഹനം അല്പം സൂക്ഷിച്ചോടിക്കണം തുടങ്ങിയ കാര്യങ്ങളും നെഗറ്റീവായി കാണുന്നുണ്ട്. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 19, 20 പകൽ, പിന്നെ 24-ാം തീയതി അല്ലെങ്കിൽ 25 ഇത് നല്ല ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. കണ്ടകശനി, അഷ്ടമത്തിൽ രാഹു, അഷ്ടമത്തിൽ ചൊവ്വ, അതുപോലെ തന്നെ 2ൽ കേതു. അഷ്ടമത്തിലെ ചൊവ്വ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. അപകടകരമായ സാധ്യതകളെ അതിജീവിക്കാൻ 10ാം ഭാവത്തിലെ ശുക്രനും വ്യാഴവും സഹായിക്കുമെന്ന് തന്നെ കരുതണം. കർമ്മരംഗത്ത് ശുക്രനും വ്യാഴവും ആചാര്യന്മാർ 2 പേർ ഒരുപോലെ നിൽക്കുന്നതിനാൽ ശുക്രനാണെങ്കിൽ സ്ഥാനബലവുമുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു രക്ഷ, വിഷ്ണുവിൻ്റെയും ദേവിയുടെയും രക്ഷ ഇവർക്ക് അവരുടെ കർമ്മ മേഖലയിൽ ലഭിക്കുന്നു. കർമ്മം എന്നാൽ ഡെയിലി നമ്മുടെ ആഹാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു നിലപാടുകൾക്ക് വേണ്ടിയിട്ടോ ഉള്ള വരവിനെ അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചിലവിനെ അല്ല, അത് വേണ്ടിയിട്ടുള്ള കർമ്മത്തെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഒരാൾ അയാളുടെ പ്രാഥമിക കൃത്യനിർവഹണങ്ങൾ ചെയ്യുന്നത് മുതലുള്ള ചലനങ്ങൾ, പാദചലനങ്ങൾ ഉൾപ്പെടെ കർമ്മത്തെ ബന്ധിപ്പിക്കുന്നുണ്ട്. അതിനെ കർമ്മഭാവം കൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ചലനങ്ങളും കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും ഒരാളുടെ ശ്വാസോച്ഛ്വാസം, ജീവിതം, ആയുസ് എല്ലാം 10 കൊണ്ട് ചിന്തിക്കാൻ സാധിക്കും. 8നാണ് ഇമ്പോർട്ടൻസ് എങ്കിലും. അപ്പോൾ 10ാം ഭാവത്തിൽ ഒരു ഗ്രഹം നിൽക്കുന്നത് നമ്മുടെ പല തടസ്സങ്ങളെയും, ശുഭഗ്രഹം ശക്തിയോടുകൂടി നിൽക്കുന്നത് മറ്റു തടസ്സങ്ങളെ പലതിനെയും മാറ്റും. ഇപ്പോൾ ഇവർക്ക് 8ൽ നിൽക്കുന്നത് ചൊവ്വയും രാഹുവുമാണ്. 8 മരണത്തിൻ്റെ കൂടി സ്ഥലമാണ്. അപ്പോൾ തടസ്സമുണ്ടാക്കും. നമ്മളെ ജീവിതത്തിൽ വലിയ ആശങ്കകളുണ്ടാകും. ചില അപകട സാധ്യതകൾ, ചില കലഹങ്ങൾ, ചില വാഗ്വാദങ്ങൾ, ചില എതിർപ്പുകൾ, ചില വിമർശനങ്ങൾ, അപവാദകഥകൾ, ഇതെല്ലാം തന്നെ ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ മനസ്സിനെ അറയ്ക്കും. അപ്പോൾ അങ്ങനെ വരുന്നൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ 10ൽ നിൽക്കുന്ന ശുക്രനും വ്യാഴവുമാണ് ഇവരെ സഹായിക്കുക.
പ്രവർത്തനങ്ങളിൽ കൈപിടിച്ച് മുന്നോട്ട് നയിക്കാൻ വിഷ്ണുവും ദേവിയും കൂടെയുണ്ട് എന്നുള്ള കാര്യം ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ വളരെ ആശ്വാസം നൽകും. അതുകൊണ്ട് തന്നെ എന്തെല്ലാം തടസ്സങ്ങളും പ്രശ്നങ്ങളും വന്നാലും ഇവർക്ക് കർമ്മമേഖല അനുയോജ്യമായി വരും. അതിൻ്റെ തുടക്കമാണിപ്പോൾ. കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടേണ്ട, ഉടനെ തന്നെ അതൊക്കെ അനുകൂലമായി വരും. സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. 11ാം ഭാവാധിപൻ 9ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായ നേട്ടത്തിലും അനുഗ്രഹമുണ്ടാവും. കഴിവുപയോഗിച്ച് ജീവിക്കുന്നവർക്കും ഗുണമുണ്ടാകും. മറ്റ് ദോഷങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇവരെ ബാധിക്കില്ല. എന്നാലും ഈ 8ാം ഭാവത്തിൽ 2 പാപഗ്രഹങ്ങൾ കേതുവിൻ്റെ ദൃഷ്ടിയോടുകൂടിയും കൂടെ നിൽക്കുന്നത് കൊണ്ട് 3 പാപഗ്രഹങ്ങളുടെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് അവിടെയുണ്ട്. 8 ഞാൻ പറഞ്ഞിട്ടുണ്ട്. തടസ്സങ്ങൾ, ആശങ്കകൾ, ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള ശക്തി, ഇതെല്ലാം 8 കൊണ്ട് ചിന്തിക്കണം. ജെനിറ്റൽ ഓർഗൻസ് ആ ഭാഗത്ത് അപകട സാധ്യതകളോ അസുഖമോ ഉണ്ടാകാം. ലോവർ അബ്ഡമിൻ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ലിവർ, കിഡ്നി ഈ ഭാഗങ്ങൾക്കൊക്കെ ദോഷങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇവർക്ക് അങ്ങേയറ്റം കരുതലോടുകൂടി ജീവിക്കുക. ഈശ്വരാനുഗ്രഹം ഉണ്ട്, അതുകൊണ്ട് അഹങ്കരിച്ച് നടക്കാമെന്ന് ചിന്തിക്കരുത്. എല്ലാ കരുതലോടും കൂടി ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കുക. സഹോദരന്മാരോടും ബന്ധുക്കളോടും അടുത്ത സുഹൃത്തുക്കളോടും ഒക്കെ കലഹിക്കാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധ വേണം. പൊതുവേ ഗുണകരം. ഭാഗികമായി ഇത്തരം പ്രശ്നങ്ങളുണ്ട്, അത് മനസ്സിൽ കാണുക. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 20 രാത്രി മുതൽ 21, 22 ഗുണകരമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്തരത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അനുകൂലമായ അനുഗ്രഹങ്ങൾ ചൊരിയും. ഭാഗ്യമാണ് പലപ്പോഴും ഇവരെ ഇത്തവണ കടാക്ഷിക്കുക. മക്കളുടെയും ചെറുമക്കളുടെയും ഒക്കെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലോ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലോ അനുകൂലമായ വാർത്തകൾ കേൾക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും. യാത്ര ഇവർക്ക് അനുകൂലമായി വരും. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ ചില നീക്കങ്ങളോ ഒക്കെ അനുകൂലമായി വരും. കഴിഞ്ഞ കുറേ കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില ഭാഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. ഭാഗ്യം ഇവർക്ക് വിജയത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വാതിലുകൾ തുറന്നിടുന്നു. അത് ഏറ്റവും നല്ലതാണ്. 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും ചൊവ്വയും കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരാം. അതായത് തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം. അത് കലഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരിക്കണമെന്നില്ല. സ്വന്തം തൊഴിലിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടോ ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം. എന്നാലും പൊതുവെ ഗുണകരമാണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കഴിഞ്ഞ കുറച്ച് കാലത്തിന് ശേഷം ദൈവാനുഗ്രഹം, ഭാഗ്യം ഇവർക്ക് തുണയായി വന്നിരിക്കുന്നു. പ്രധാനമായും പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി ഭാഗ്യം കടന്നു വന്നിരിക്കുന്നു. അത് അവരുടെ പ്രവർത്തന മേഖലയിലെ തടസ്സം മാറ്റുകയും സാമ്പത്തികമായുള്ള വരവിന് വഴിവെക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ മേലുള്ള മറ്റു തടസ്സങ്ങൾ, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കും അതിനും മാറ്റമുണ്ടാകുന്നു. ഏറ്റവും പ്രധാനം വിദേശവുമായി ബന്ധപ്പെട്ട് വരുന്ന വരുമാനത്തിനോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിക്ഷിപ്ത സ്ഥാപനങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും ഷെയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രോഫിറ്റ് ലഭ്യമായേക്കാവുന്ന പ്രവർത്തനങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. ജോലി ഉറപ്പാകുന്നു. ഉപരിപഠനത്തിൽ നല്ല വിജയമുണ്ടാകുന്നു. ഉപരിപഠനത്തിന് അംഗീകാരം കിട്ടുന്നു, അഡ്മിഷൻ കിട്ടുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇവർക്കിപ്പോൾ അനുഗ്രഹമായി വരുന്നു. ഓർക്കുക, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, ഇവർക്കും അരക്കെട്ടിൻ്റെ ഭാഗത്ത് അസുഖമോ എല്ല് സംബന്ധമായ പ്രശ്നങ്ങളോ മജ്ജ സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകുന്ന അസുഖങ്ങൾ, പൈൽസോ ഫിസ്റ്റുലയോ പോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ സൈലൻ്റായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യത, ഒരു പെയിൻ പോലും ഇല്ലാതെയൊക്കെ അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ദോഷങ്ങൾ ഉള്ളവർ പ്രത്യേകമായി ഡോക്ടറെ കാണുക, ശ്രദ്ധിക്കുക എന്നേ പറയാനുള്ളൂ. മറിച്ച് ഇവർക്ക് ബാക്കി ഗ്രഹങ്ങളൊക്കെ തന്നെ അനുകൂലമാണ്. ശനി 6ൽ നിൽക്കുന്നത് കടബാധ്യതയിൽ നിന്ന് മോചനം, കഴിഞ്ഞ കുറേ കാലമായി തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതോ മുടങ്ങിക്കിടന്നോ ആയ കാര്യങ്ങൾക്കൊക്കെ വീണ്ടും വളരെ വലിയ വിജയമുണ്ടാകുന്നു. അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 19, 20 പകൽ, പിന്നെ 23, 24 ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖം നക്ഷത്രമാണ്. വിശാഖം ആദ്യത്തെ മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലോട്ടാണ് വ്യാഴം പോയിരിക്കുന്നത്. ശുക്രനും അഷ്ടമത്തിലാണ്. ശുക്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം ദാമ്പത്യ സംബന്ധമായി മാത്രമാണ്. ചിലപ്പോൾ ചില കലഹങ്ങളോ പ്രശ്നങ്ങളോ സൗന്ദര്യ പിണക്കങ്ങളോ ഉണ്ടാകാം. എന്നാലും ശുക്രൻ്റെ 8ലെ നില സാമ്പത്തികമായിട്ടൊരു തടസ്സവും ഉണ്ടാക്കില്ല, പ്രവർത്തനങ്ങളിലും ദോഷമുണ്ടാക്കില്ല. അതുകൊണ്ട് ശുക്രൻ്റെ 8ലെ നില അത്ര ദോഷകരം ആണെന്ന് തോന്നുന്നില്ല. മറിച്ച് ഇവർക്ക് ഏറ്റവും ഗുണമുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് 7ലെ ബുധനാണ്. സ്വന്തം വ്യക്തിത്വം കുറച്ചുകൂടി ചെറുപ്പമാകാൻ സാധിക്കും. കുറച്ചുകൂടി ഊർജ്ജസ്വലത കടന്നു വരുന്നു. ബന്ധങ്ങളിൽ കുറച്ചുകൂടി ഊഷ്മളത ഉണ്ടാകുന്നു എന്ന് ബുധൻ്റെ അവസ്ഥ വെച്ച് ഞാൻ പറയുമ്പോൾ പോലും, കാരണം 9ാം ഭാവാധിപനായ ബുധനാണ് 7ൽ നിൽക്കുന്നത്. അപ്പോൾ ഉപരിപഠനത്തിൻ്റെ കാര്യത്തിൽ ഗുണമുണ്ടാകുന്നു. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും തടസ്സങ്ങൾ മാറുന്നു. എന്നാൽ നിലവിലുള്ള ബന്ധത്തിൽ നിന്ന് മാറി ചിലപ്പോൾ മറ്റു ചില ബന്ധങ്ങൾ വരാനുള്ള സാധ്യത.
വിവാഹ സംബന്ധമായ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ മനഃപൂർവ്വം ശ്രദ്ധിക്കുക. ആദ്യം സുഖകരം എന്ന് തോന്നുമെങ്കിലും പിന്നീട് ജീവിതത്തെ മുഴുവൻ ഉലയ്ക്കുന്ന ചില ദുരന്തങ്ങളായിട്ടത് മാറാം. അതുകൊണ്ട് ബുധൻ കൗശലക്കാരൻ കൂടിയാണ്. ബുധന് അത്തരം കാര്യങ്ങളിൽ ചെറിയ ചില ചീറ്റിംഗ് സ്വഭാവമുണ്ട്. വ്യാഴവും ബുധനുമായി പിണങ്ങിയത് തന്നെ അത്തരം കാര്യത്തിലാണ്. അതുകൊണ്ട് ബുധൻ്റെ 7ാം ഭാവത്തിലെ നില ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ചൊവ്വയുടെ ക്ഷേത്രമാണ്. അങ്ങനെ ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു വേർപാടിന് ശേഷം അല്ലെങ്കിൽ ഒരാൾ അറിയാതെ മറ്റു ചില ബന്ധങ്ങൾ എന്നൊക്കെ ഉള്ള ഒരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ശുക്രൻ എട്ടിപ്പോയി നിൽക്കുമ്പോൾ ഒരു ദാമ്പത്യ കലഹം കാണുന്നുണ്ട്. അതിന് കാരണം ഒരുപക്ഷെ മറ്റൊരു മൂന്നാമതായി ഒരു സ്ത്രീയോ ഒക്കെ ആവാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ ഇരിക്കുക. ജീവിതം സമാധാനപരമായി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഭ്രമങ്ങളിൽ ചെന്ന് പെടുന്നതല്ല എന്ന് എപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ, 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും അവർക്ക് ദോഷമൊന്നും ചെയ്യില്ല. സാമ്പത്തികമായിട്ട് ഗുണത്തെ ചെയ്യും. കടബാധ്യതയിൽ നിന്ന് മോചനം. ഉദര സംബന്ധമായോ അൾസർ സംബന്ധമായോ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. കലഹത്തിന് അല്ലെങ്കിൽ വാഗ്വാദത്തിന്, അതുമല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട എടുത്തുചാട്ടത്തിനൊക്കെ ശ്രമിക്കുമ്പോൾ ഒരല്പം ബുദ്ധി ഉപയോഗിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റു ദോഷങ്ങൾ ഇല്ല ചൊവ്വ 6ൽ നിൽക്കുന്നത് കൊണ്ട്. പക്ഷേ എടുത്തുചാട്ടത്തിൻ്റെയോ അവിവേകത്തിൻ്റെയോ ആവേശത്തിൻ്റെയോ ഒക്കെ പുറത്തുണ്ടാകാവുന്ന ചില ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉദരം വളരെ ശ്രദ്ധിക്കുക. ശസ്ത്രക്രിയ പോലുള്ള അവസ്ഥകൾ നേരിടേണ്ടി വന്നേക്കാം. പൊതുവെ ഗുണകരം ആണ് ഇവർക്കും. എങ്കിലും ആരോഗ്യപരമായും ബന്ധങ്ങളിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പരമായും മാത്രമാണ് ഈ ഒരാഴ്ച ഇവർ ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിൽ ശനിയുടെ സഞ്ചാരം ഉള്ളതുകൊണ്ട് സന്താനങ്ങളുടെ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. ഈ ആഴ്ച തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 20-ാം തീയതി രാത്രി, 21, 22, പിന്നെ 25 ആണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. 7ാം ഭാവത്തിൽ ശുക്രൻ, 7ാം ഭാവത്തിൽ വ്യാഴം. തീർച്ചയായും നല്ല ഒരു അവസ്ഥയാണ്. അനുഗ്രഹങ്ങൾ, യാത്ര, ഗുണം, വിദേശവുമായി ബന്ധപ്പെട്ട ജോലി, പഠനം, ഇത്തരം കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ, പുതിയ പ്രോജക്റ്റുകൾ നല്ല രീതിയിൽ മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങുന്നുവെന്ന ആശ്വാസകരമായ വർത്തമാനങ്ങൾ കേൾക്കുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. പ്രണയാർത്ഥികൾക്കും വളരെ സന്തോഷകരമായ ദിവസങ്ങളാണ്. പൊതുവെ ഗുണകരമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആദ്യത്തെ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ സാമ്പത്തികമായ നേട്ടവും ഇഷ്ടപ്പെട്ട വർത്തമാനങ്ങളും ഒക്കെ കേൾക്കാൻ സാധിക്കുന്നു. ആശങ്കകളിൽ നിന്നും പിരിമുറുക്കമാർന്ന നിമിഷങ്ങളിൽ നിന്നും മാറ്റമുണ്ടാകുന്നു. ബുധൻ്റെ 6ലെ നില അല്പം ശ്രദ്ധിക്കണം. അത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ മാത്രമല്ല, പ്രത്യേകിച്ച് സ്കിൻ സംബന്ധമായോ അലർജി സംബന്ധമായോ കാര്യങ്ങളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലുമാണ് തടസ്സം. കുട്ടികൾ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ പഠനത്തിൽ ഒരു ചെറിയ ഉഴപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉടനെ അത് മാറുന്നതുമാണ്. കാരണം 7ൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് കേന്ദ്രഭാവങ്ങളിൽ ശക്തനായ ഗ്രഹങ്ങൾ നിന്നാൽ നിവൃത്തി സ്ഥാനങ്ങളൊക്കെയും നടന്നു പോകും. അതുകൊണ്ട് 6ാം ഭാവത്തിലെ ബുധൻ്റെ ദോഷാവസ്ഥ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അല്പമെങ്കിലും ഉഴപ്പുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. 5ലെ ചൊവ്വയും രാഹുവും മനസ്സിൻ്റെ ചില ആശങ്കകളും ആവശ്യമില്ലാത്ത ഭയത്തെയും സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ സന്താനങ്ങൾ, ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾ അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വേഗതയിൽ വാഹനം ഓടിക്കുക. അത്യാവശ്യമായ കാര്യങ്ങളിൽ അവർക്ക് ചിലപ്പോൾ ചില എടുത്തുചാട്ടങ്ങൾ ഉണ്ടാവുക, അത് ശ്രദ്ധിക്കുക. അതുപോലെ തീരെ കുട്ടിയാണെങ്കിൽ ഒരിക്കലും ഇരുചക്ര വാഹനങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് ഏൽപ്പിക്കാതിരിക്കുക. ഈ ആഴ്ച അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അപകട സാധ്യതകളോ പ്രശ്നങ്ങളോ കാണുന്നുണ്ട്. ചില അപവാദങ്ങളിലോ ഇല്ലാക്കഥകളിലോ ഒക്കെ ചെന്ന് പെടാം. അത് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കാകാം, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ മാനസികമായ അത്തരം ചില അവസ്ഥകളിൽ ചെന്ന് പെടുകയും ചെയ്യാം. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആബ്സെൻറ്റ് മൈൻഡായി ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന അപകട സാധ്യതയും കാണുന്നു. സാമ്പത്തികമായിട്ട് ഒട്ടുമേ ദോഷം കാണുന്നില്ല. പ്രവർത്തനങ്ങളിലും വിജയം കാണുന്നു. യാത്രാഗുണം, ഉപരിപഠനം, ഇതൊക്കെ തന്നെ നല്ലതാണ്. 6ൽ ബുധൻ നിൽക്കുന്നതുകൊണ്ട് വിദ്യാഭ്യാസ സംബന്ധമായ ദോഷത്തെ പറയുന്നുണ്ട്. അതും അതിനെ എതിർത്തുകൊണ്ട്, അതിനെ അധീകരിച്ചുകൊണ്ട് സ്വാഭാവികമായും വിജയം വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവും. കാരണം 7ലെ വ്യാഴം ബുധനേക്കാളും വലിയ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് അതിൻ്റേതായ അനുഗ്രഹം ഉണ്ടാകും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 19, 20 പകൽ, പിന്നെ 23, 24 നല്ല ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. 6ാം ഭാവത്തിലോട്ടാണ് വ്യാഴവും ശുക്രനും നിൽക്കുന്നത്. വ്യാഴവും ശുക്രനും 6ൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. ബുധൻ 5ൽ നിൽക്കുന്നുണ്ട്. 5ൽ നിൽക്കുന്ന ബുധൻ വളരെ ഗുണത്തെ ചെയ്യും. 7ാം ഭാവാധിപനായ ബുധനാണ് 5. സന്താനങ്ങൾക്ക് വളരെ ഗുണം കാണുന്നു.
പഠന സംബന്ധമായ കാര്യങ്ങളിൽ സന്താനങ്ങളിൽ നിന്ന് നല്ല വർത്തമാനങ്ങൾ, നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. തങ്ങളുടെ തന്നെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ക്രിയാത്മകതയും ബുദ്ധിശക്തിയും കടന്നു വരുന്നു. അത് പ്രവർത്തന മേഖല കുറച്ചുകൂടി സജീവമാക്കുന്നു. തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. ഭാഗ്യം ഇവർക്ക് ഇപ്പോൾ അനുകൂലമാണ്. 4-ാം ഭാവത്തിലെ ചൊവ്വയും രാഹുവും കുടുംബത്തിൽ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്. അതിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു മാറ്റം വരുന്നു. ശുക്രൻ 7-ാം ഭാവത്തിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി അത് മാറ്റം വരും. എന്തായാലും ഇപ്പോൾ കുറച്ച് ആശ്വാസകരമായ വാർത്ത കേൾക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും പ്രധാനം ഇവരുടെ മനസ്സ് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസം അപ്രത്യക്ഷമായി നിൽക്കുകയായിരുന്നു. അത് പ്രത്യക്ഷത്തിലെത്തുന്നു. ദേ ആർ പ്രസൻറ്റ് മൈൻഡഡ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് കൂടുതൽ ആക്റ്റീവായിട്ട് അവരുടെ കർമ്മ മേഖലയിൽ ഇടപെടാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് അവരുടെ പ്രവർത്തന മേഖലയിൽ നിൽക്കാൻ സാധിക്കുന്നു. അത് വരും കാലങ്ങളിൽ തങ്ങളുടെ കർമ്മ മേഖലയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഇവർക്കിപ്പോൾ ഉണ്ടാകുന്നു. സന്താനങ്ങളെ ചൊല്ലിയും പൊതുവെ ഗുണകരമായ വാർത്തകൾ കേൾക്കുന്നു. പഠന സംബന്ധമായ കാര്യങ്ങളിൽ ആശ്വാസകരമായ വാർത്തകൾ കേൾക്കുന്നു. ഭാഗ്യം പൊതുവെ ഇപ്പോൾ തുണച്ചിരിക്കുന്നുണ്ട്. ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് വയറിൻ്റെ ഈ ഡയഫ്രം ഭാഗങ്ങളും അതുപോലെ ലോവർ അബ്ഡമിൻ ഭാഗങ്ങളും ഒരുപോലെ ദോഷമുണ്ടാക്കാവുന്ന ചില സാധ്യതകൾ കാണുന്നുണ്ട്. മധുര പലഹാരങ്ങളും കൊഴുപ്പ് നിറഞ്ഞ ആഹാരങ്ങളും പ്രത്യേകിച്ചും ജങ്ക് ഫുഡ്സ് കഴിക്കുന്നവർ ശ്രദ്ധിക്കുക. ഏത് പ്രായത്തിലായാലും ശ്രദ്ധിക്കുക. അലർജി അസുഖങ്ങൾ ഉണ്ടാകാം. ത്വക്ക് രോഗം, അതുപോലെ ഇച്ചിങ് പോലുള്ള പാദങ്ങളിലോ കാൽവിരലുകൾക്കിടയിലോ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഫംഗസ് ഡിസീസോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മുടി, പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാരിൽ സ്ത്രീകൾ മുടിയുടെ സംരക്ഷണം വളരെ കെയർ എടുക്കണം. ഈ ഒരാഴ്ച അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ശുക്രൻ പോയി 6-ൽ നിൽക്കുന്നത് കൊണ്ട് പ്രധാനമായും ദാമ്പത്യ സംബന്ധമായ കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ തങ്ങളുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെ കലഹമുണ്ടാകാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നു. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ പോസിറ്റീവായിട്ട് ഇവരുടെ കർമ്മമേഖല കുറച്ചുകൂടി നന്നാവുന്നു. സാമ്പത്തികമായ നേട്ടമുണ്ടാവുന്നു. യാത്ര വളരെ ഗുണകരമായിട്ട് മാറുന്നു. ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെയും അനുമോദനങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശംസകളോ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. പക്ഷേ എന്തെല്ലാം വിശ്വാസത്തോടെയും എന്തെല്ലാം സന്തോഷത്തോടു കൂടിയും ഭവനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് വശമുണ്ടെങ്കിൽ അത് തളർത്തും ആരെയും. അതുകൊണ്ട് ബന്ധങ്ങൾ വളരെ സൂക്ഷിച്ചു കൊണ്ടുപോവുക, സുതാര്യത നിലനിർത്തുക. അതുമാത്രമാണ് പ്രധാനമായും പറയാനുള്ളത്. കലഹത്തിൻ്റെ വക്കിലാണ് പലപ്പോഴും ചൊവ്വ 4-ലൊക്കെ നിൽക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത്. അത് വീട്ടിൽ മാത്രമല്ല സമൂഹവുമായും പ്രശ്നമുണ്ടാകാം. എവിടെയൊക്കെ ഇടപെടുന്നു തൊഴിലിടങ്ങളിലുമൊക്കെ പ്രശ്നമുണ്ടാകാം. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വാഹനം സൂക്ഷിച്ചോടിക്കുക. തീ, ഇലക്ട്രിസിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. മാതാവിന് ശാരീരികമായ അവശത കാണുന്നുണ്ട്. അത്തരം കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. ഈ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 19, 20, 21, 22, 25 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. 5-ാം ഭാവത്തിലോട്ടാണ് വ്യാഴവും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നത്. 5-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും നില ഇവർക്ക് ഭാഗ്യസംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ച നൽകുന്നു. പല കാര്യങ്ങളും ഈ ഒരാഴ്ച ഇവർക്ക് ഭാഗ്യത്തിൻ്റെ പുറത്ത് വളരെ അനുകൂലമായി വരാം. മനസ്സിനിഷ്ടപ്പെട്ട മേഖലയിൽ വിഹരിക്കാൻ സാധിക്കും. കലാപരമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവോടുകൂടി, കൂടുതൽ പൂർണ്ണ മനസ്സോടുകൂടി ഇറങ്ങാൻ സാധിക്കും. ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സഹപ്രവർത്തകരിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമൊക്കെ അനുകൂലമായ മനസ്സന്തോഷം ലഭ്യമാവും. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പഠന സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ബുദ്ധിപരമായി ഇടപെടാൻ സാധിക്കുന്നതുകൊണ്ട് വിജയമുണ്ടാകുന്നു. അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവോടുകൂടി, മനസാന്നിധ്യത്തോടുകൂടി, ബുദ്ധിശക്തിയോടുകൂടി ഇറങ്ങാൻ സാധിക്കുന്നതുകൊണ്ട് വിജയം ഉറപ്പാകുന്നു. പൊതുവെ ഗുണകരമാണ് ഇവരുടെ കാര്യങ്ങൾ. ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് ഗുണകരമാണ് ഈ ഒരാഴ്ച. സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാകുന്നു. പല തടസ്സങ്ങളും മാറിക്കിട്ടുന്നു. ഈശ്വരാധീനം വർദ്ധിക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നു. ഭാഗ്യം വർദ്ധിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. 3-ാം ഭാവത്തിൽ സഹോദര സ്ഥാനത്ത് ചൊവ്വയും രാഹുവും നിൽക്കുന്നത് കൊണ്ട് ഇവരുടെ ഈ നക്ഷത്രക്കാരുടെ മനസ്സിന് ഉല്ലാസവും ഊർജ്ജസ്വലതയും ഒക്കെ ഉണ്ടെങ്കിലും ബന്ധുമിത്രാദികളിലോ സഹോദര സ്ഥാനത്തോ ഒക്കെ ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. കാരണം 3 സഹോദര സ്ഥാനമാണ്, അവിടെ പാപഗ്രഹമാണ് നിൽക്കുന്നത്. സഹോദരന് ദോഷം അല്ലെങ്കിൽ ആ അവസ്ഥയ്ക്ക് തുല്യമായ വ്യക്തികൾക്കോ സുഹൃത്തുക്കൾക്കോ പ്രശ്നം കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. 4-ാം ഭാവത്തിലെ ബുധൻ വീട്ടിൽ സമാധാനവും അതുപോലെ തന്നെ വീട്ടിൽ പൊതുവെ ഒരു ആഹ്ലാദവും കുറച്ചുകൂടി
ചടുലവും ഊർജ്ജസ്വലവുമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്ന അവസ്ഥകളും ഉണ്ടാകുന്നു. നല്ല കാര്യമാണത്. വാഹനം പുതിയത് വാങ്ങുകയോ വാഹനവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ തീർക്കുകയോ ചെയ്യുന്നു. പൊതുവെ ഗുണകരമാണ്. മാതാവിനും പൊതുവെ ഗുണം. ഈ ശ്രദ്ധിക്കേണ്ടത് സഹോദര സ്ഥാനത്തോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. ശനി 2-ൽ നിൽക്കുന്നത് കൊണ്ട് 7ര ശനി പൂർണ്ണമായി മാറിയിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ അടുത്ത ബന്ധുമിത്രാദികളുടെ പേരിലൊക്കെ അവരുടെ ദോഷങ്ങളുടെ പേരിലൊക്കെ ആവാം വിഷമം 7ര ശനി ഇപ്പോൾ ഇവർക്ക് സമ്മാനിക്കുന്നത്. അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ വേണം. മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 20 രാത്രി മുതൽ 21, 22, 23, 24 ഗുണകരമാണ്. അടുത്തത് കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങൾ. പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3/4 ഭാഗം. വ്യാഴം 4ാം ഭാവത്തിലോട്ടും ശുക്രനും 4ാം ഭാവത്തിലാണ് ഈ ആഴ്ച. അത് ഇവർക്ക് എന്തായാലും സാമ്പത്തികമായിട്ടുള്ള ഗുണം, പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാകുന്നു. ജന്മശനിയുടെ ദോഷങ്ങൾ ഇങ്ങനെയെങ്കിലും ഇവർക്ക് കുറച്ച് താൽക്കാലികമായ ഗുണത്തെ സമ്മാനിക്കുന്നു. വീട്ടിൽ കുറച്ചുകൂടി സമാധാനവും ഐശ്വര്യവും സാമ്പത്തിക നേട്ടവും കടന്നു വരുന്നു. അതിൻ്റേതായ ഗുണമുണ്ടാകുന്നു. കുടുംബാംഗങ്ങളോടൊത്ത് ആ വീർപ്പുമുട്ടലിൽ നിന്നൊക്കെ മാറി കുടുംബാംഗങ്ങളോട് കുറച്ചുകൂടി ഇടപഴകാൻ സാധിക്കുന്നു. മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനം ഉണ്ടാകുന്നു. പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ പ്രശ്നങ്ങൾ പഴയതുപോലെ ഈ നക്ഷത്രക്കാരെ ഇപ്പോൾ ഭീതിപ്പെടുത്തുന്നില്ല. അവർക്കെന്തോ ഒരു ആശ്വാസം വന്നിരിക്കുന്നു. 4ലെ വ്യാഴവും ശുക്രനുമാണത് സമ്മാനിക്കുന്നത്. 3ലെ ബുധൻ അത്ര ദോഷമൊന്നും അല്ലെങ്കിലും വലിയ അപകടമൊന്നും ചെയ്യില്ല. 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ പഠനകാര്യത്തിൽ കുട്ടികൾക്കൊക്കെ ഒരു ഊർജ്ജസ്വലത ഉണ്ടാകും. പക്ഷേ ഉഴപ്പും അതിൻ്റെ കൂടെ കാണുന്നു. മറ്റ് കാര്യങ്ങളിലൊക്കെ താല്പര്യം കാണുന്നു ചൊവ്വയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട്. 2ാം ഭാവത്തിലെ ചൊവ്വ, അതുപോലെ തന്നെ 2ാം ഭാവത്തിലെ രാഹു, ഇത് അല്പം ശ്രദ്ധിക്കണം. കാരണം സ്വന്തം വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കണം. അവിടെയാണ് ഒരു ചെറിയ പിശക് ഇവർക്ക് കാണുന്നത്. സ്വന്തം വാക്ക് തന്നെ അല്ലെങ്കിൽ സ്വന്തം പ്രവർത്തനങ്ങൾ തന്നെ ചിലപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് പാരയായിട്ട് വരാം. അടുത്ത സുഹൃത്തുക്കൾ, വീട്ടിൽ തന്നെയുള്ള അംഗങ്ങൾ, അതുപോലെ സഹപ്രവർത്തകർ, സമൂഹം, ഇവരോടൊക്കെ ഇടപെടുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ വേണം. മനഃപൂർവ്വമായിരിക്കില്ല ദ്രോഹവർത്തമാനങ്ങൾ പറയുക. പക്ഷേ അറിയാതെ സ്ലിപ്പ് ഓഫ് ടങ് പോലെയൊക്കെ നാക്കിൽ ദോഷവശങ്ങളോ നെഗറ്റീവ് വാക്കുകളോ വരാം. അതുകൊണ്ടത് ശത്രുവായി മാറാം. അത് പിന്നീടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ അഷ്ടമഭാവത്തിലാണ് കേതു സഞ്ചരിക്കുന്നതെന്ന കാര്യവും മറക്കാതിരിക്കുക. അത് കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കേതുവിലുള്ളതിനാൽ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. ഉണ്ടാകാം, അത് മാറിപ്പോകും. പ്രശ്നങ്ങൾ ഉണ്ടാകും, മാറിപ്പോകും. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തുള്ള ആശങ്കകളിൽ അടിപ്പെടരുത് എന്ന് പറയാനാണ് പ്രത്യേകം പറയുന്നത്. 4ൽ നിൽക്കുന്ന വ്യാഴവും ശുക്രനും നിങ്ങൾക്ക് എന്തായാലും ഗുണത്തെ തരും. ബാക്കി തടസ്സങ്ങൾ ഉണ്ട്, അതിനെ അതിജീവിക്കാൻ സാധിക്കുകയും ചെയ്യും. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വാദസംബന്ധമായ അസുഖമുള്ളവർക്ക് വളരെ ദോഷം കാണുന്നുണ്ട്. മാലിന്യങ്ങൾ മാറ്റാതെ, അത്തരം പരിശുദ്ധി വരുത്താതെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായോ അലർജി അസുഖങ്ങളോ ഉണ്ടാകാം. ഹൃദയ സംബന്ധമായ ദോഷമുള്ളവരും ശ്രദ്ധിക്കുക. കണ്ണുകൾക്കും ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, 25 ഗുണകരമായ ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ ചൊവ്വ, ജന്മത്തിൽ രാഹു, 7ൽ കേതു, 2ാം ഭാവത്തിലെ ബുധൻ, 3ൽ ശുക്രനും വ്യാഴവും, 12ാം ഭാവത്തിൽ ശനി. 2ൽ നിൽക്കുന്ന ബുധൻ മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത്. ആ ബുധൻ 4ഉം 7ഉം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് വലിയ ഗുണം സമ്മാനിക്കുമെന്നും കരുതേണ്ട കാര്യമില്ല. അപഹാരമോ ദശയോ ഗുണമുണ്ടെങ്കിൽ മീനക്കൂറിന് നല്ലതാണ്, അല്ലെങ്കിൽ അല്പം സൂക്ഷിക്കണം. പക്ഷെ ധനപരമായിട്ട് ഇവർക്കിപ്പോൾ പെട്ടെന്ന് ചില ആശ്വാസങ്ങൾ ഉണ്ടാകും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം ഉണ്ടാകും. ബുധൻ്റെ 2ലെ നില എന്തായാലും സാമ്പത്തികമായ നേട്ടം ഇവർക്ക് കൊടുക്കും. തങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് പലപ്പോഴും ഇവർക്ക് കടം കിട്ടാനുള്ള സാധ്യത, തങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തികമായ സഹായമോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ചില ഔദാര്യങ്ങളോ ലഭിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇവർക്ക് ഈ എതിരിടലിനൊക്കെ ഇടയിലും ഊർജ്ജസ്വലത നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. നൈരാശ്യബോധം ബാധിക്കുന്നില്ല. എന്നാൽ ആരോഗ്യം കൂടെ കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ദോഷം കാണുന്നുണ്ട്. ശരീരത്തിൽ ഇൻഫെക്ഷൻ ബാധിക്കാം. അത്തരം ഇൻഫെക്ഷനോ അണുബാധയോ ഒക്കെ ഇവരെ ശാരീരികമായി തളർത്താനുള്ള സാധ്യത, അത് പിന്നെ മനസ്സിനെയും തളർത്താം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കുടുംബ ബന്ധങ്ങളിലും അങ്ങേയറ്റം സുതാര്യത പാലിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ എല്ലാ ടെൻഷനും കൂടെ കടന്നു വരുമ്പോൾ കുടുംബത്തിലെ ജീവിത പങ്കാളിയോടായിരിക്കും അത് തീർക്കുക. ഇത്തവണ അങ്ങനെ തീർക്കുമ്പോൾ ചിലപ്പോൾ അത് വലിയ കലഹത്തിലേക്ക് പോയേക്കാം. അതുകൊണ്ട് അങ്ങേയറ്റം പക്വതയോടുകൂടി പെരുമാറുക. ചിന്തിച്ച് ഓരോ കാര്യവും ചെയ്യുക. ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട് മനസ്സിനെ നോവിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വലിയ താമസമില്ലാതെ കാര്യങ്ങൾ അനുകൂലമാകും എന്ന് ചിന്തിക്കുക. ഇപ്പോൾ ബുധൻ്റെ നില കഴിവുകൊണ്ട് ജീവിക്കുന്നവർക്കും സാഹിത്യം പോലുള്ള ഭാഷ കൊണ്ട് ജീവിക്കുന്നവർക്കും
എന്തെങ്കിലുമൊക്കെ സ്കിൽ ഉപയോഗിച്ച് ജീവിക്കുന്നവർക്കുമൊക്കെ ഗുണകരമാണ്. എഞ്ചിനീയറിംഗ് മേഖലയിലും ബുധൻ ഒരുപാട് മേഖലകളുണ്ട്. കമ്മ്യൂണിക്കേഷൻ രംഗം, അതുപോലെ തന്നെ ബാങ്കിങ് മേഖല, അക്കൗണ്ടൻസി മേഖല, ഇവിടെയൊക്കെ ജീവിക്കുന്നവർക്ക് ഗുണകരമായിട്ട് കാണുന്നു. ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഭരണതലങ്ങളിൽ ജീവിക്കുന്നവർക്കും ഗുണം കാണുന്നുണ്ട്. ഇപ്പോൾ സർവത്ര ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് പൊതുവെ ഗുണം കാണുന്നു. അതിനുള്ള സാഹചര്യവും അവർക്കുണ്ടാകുന്നു. ശാരീരികമായി അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കുക, മാനസികമായും പ്രാപ്തരാക്കുക, എടുത്തുചാട്ടം കുറയ്ക്കുക, വാഹനം ഓടിക്കുമ്പോഴുള്ള സ്പീഡ് കുറയ്ക്കുക, വാക്കുപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക. അതാണ് മീനക്കൂറുകാരോട് പ്രത്യേകിച്ചും പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 19, 20 പകൽ, പിന്നെ 25. ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിക്കുക. ശാസ്താവിൻ്റെയോ ശനീശ്വരൻ്റെയോ അമ്പലങ്ങളിൽ ദർശനം നടത്തുക. ഉദയം തൊട്ട് 1 മണിക്കൂറിനകമാണെങ്കിൽ ഏറ്റവും ഉത്തമമാണത്. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം നൽകുക. കറുത്ത വസ്ത്രം, അതുപോലെ തന്നെ നീരാഞ്ജനം, ഇതെല്ലാം തന്നെ വളരെ ഗുണമാണ്. ഓം നമോ നാരായണായ ജപിക്കുക. വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടക്കുക വ്യാഴദോഷത്തിന്. അതുപോലെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. പാൽപ്പായസ നൈവേദ്യം, അതുപോലെ തന്നെ നെയ്വിളക്ക്, ഇതൊക്കെ വളരെ ശാശ്വതമായ പരിഹാരങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ്. ഓം നാഗായ നമ ജപിക്കുക. നാഗദോഷത്തിന് 100 പാലും നൽകുക. അതുപോലെ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ഓം ഗം ഗണപതയെ നമ എന്നോ കേതുദോഷ പരിഹാരത്തിനും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയായിട്ട് എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ആഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.